ആത്മകഥയ്ക്ക് 2024 ചെറുകാട് പുരസ്കാരം ലഭിച്ച ഒരു കൃതിയെപ്പറ്റിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇത് ഇന്ദ്രധനുസ് എന്ന ആത്മകഥ. ആരെക്കുറിച്ചാണ്, ആരാണ് എന്നിപ്പോൾ മനസ്സിലായി കാണും ഏകദേശം. നമ്മുടെ മഹാനടൻ എന്ന് ആരെങ്കിലും വിളിച്ചോ എന്നറിയില്ല, എങ്കിലും ഞാൻ വിളിക്കുന്നു മഹാനടൻ. അദ്ദേഹം ഇന്ദ്രൻസിൻ്റെ ആത്മകഥ, അദ്ദേഹത്തിൻ്റെ ആത്മകഥ. ഇത് മാതൃഭൂമിയിൽ തുടർച്ചയായി പ്രസിദ്ധീകരിച്ചു വന്നിരുന്നു. അതിനുശേഷം ഇതിൻ്റെ പ്രസിദ്ധീകരണം ബുക്ക് രൂപത്തിൽ, പൂർണ്ണരൂപത്തിൽ വരുമെന്നറിയാം. അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ പ്രസിദ്ധീകരിച്ചപ്പോൾ എനിക്കൊരു ബുക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനും വേറൊരു ഫ്രണ്ടിൻ്റെ ഭർത്താവ്, അദ്ദേഹത്തിൻ്റെ രണ്ടുപേർക്കും നല്ല വായനാശീലമുള്ളവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയും 2 ബുക്ക് ഞാൻ വാങ്ങിച്ചു. എനിക്കടക്കം 3 ബുക്ക് ഞാൻ പോസ്റ്റലായി വരുത്തിച്ചു. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇന്ദ്രധനുസ് എന്ന ഈ ബുക്കിൽ ഒരുപാട് ചിത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ അവാർഡുകളുടെയും മറ്റു പല പ്രമുഖരുടെ കൂടെ, സിനിമാ ലോകത്തെ പ്രമുഖരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയും, അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അമ്മ, ബന്ധുക്കൾ, അനിയന്മാർ, ഇവരൊക്കെ കുറിച്ചുള്ള ഒരുപാട് ഫോട്ടോസും അതിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ബുക്ക് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു രൂപമുണ്ടാകും. പക്ഷേ അതൊക്കെ അവരെ നേരിട്ട് നമുക്ക് കാണുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം തന്നെയാണ്. ഇത് അദ്ദേഹം തയ്യൽ പീടികയിൽ ഉള്ള സമയത്ത് ഒരു തുന്നൽക്കാരനായിട്ടാണ്. അന്ന് തുന്നൽ ജോലി പഠിക്കുക എന്ന അതികഠിനമായ ഒരു അനുഭവം അദ്ദേഹം ഈ ബുക്കിൽ വിവരിക്കുന്നുണ്ട്. പല കഷ്ടപ്പാടുകളിലൂടെയും അത് പഠിച്ചെടുത്ത്, ഇത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അമ്മ, അദ്ദേഹത്തിൻ്റെ കല്യാണ ഫോട്ടോ എന്നിവയൊക്കെയാണ്. പഠിച്ചെടുത്ത് ഒരു തുന്നൽക്കാരനാവുന്നതിൻ്റെ അച്ഛൻ വേലുപ്പിള്ള, അമ്മ ഗോമതി അമ്മ, ഭാര്യ ശാന്ത, ഇതൊക്കെ എനിക്ക് മനഃപ്പാഠമായി. അത്രയ്ക്കും ഞാൻ ആകാംക്ഷയോടെ മാതൃഭൂമിയുടെ അടുത്ത ലക്കം കാത്തിരിക്കുക. ആ സമയത്ത് ഈ അടുത്ത ഇന്ദ്രൻസിൻ്റെ ആത്മകഥയുടെ അടുത്ത ഭാഗം വായിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അഭിനയിച്ച നാടകത്തിൽ പിന്നിൽ ആ സ്ത്രീയോടൊപ്പം നിൽക്കുന്നതാണ് ഇന്ദ്രൻസ്. നാടകാഭിനയത്തിലൂടെ, വസ്ത്രാലങ്കാരത്തിലൂടെ സിനിമയിൽ വന്ന് പിന്നീട് മഹാനടനായി മാറിയ ഇന്ദ്രൻസ്. അങ്ങനെ ഈ 2 ബുക്ക് ഞാൻ നല്ല വായനാശീലമുള്ള എൻ്റെ ഒരു ഫ്രണ്ടിനും വേറൊരു ഫ്രണ്ടിൻ്റെ ഭർത്താവിനും കൂടി വേണ്ടി വാങ്ങി അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തു. ആ ഒരു സന്തോഷം കൂടി എനിക്ക് ഈ ബുക്കിലൂടെ കിട്ടി. ചെറുകുന്ന് സ്വദേശിയായ സുരേഷ് കുമാർ എന്നവരാണ്. അദ്ദേഹം ബഹ്റിനിലാണ് ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ നാട്ടിലുണ്ട്. അസാധാരണമായ ഓർമ്മശക്തിയും അസാധാരണമായ വായനാശീലവും കൊണ്ട് വളരെ ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ആളാണ് ഈ സുരേഷ് കുമാർ. അവർക്കാണ് ഒരു ബുക്ക് കൊടുത്തത്. പിന്നെ ഒരു ബുക്കിൻ്റെ വിജയം എന്ന് പറയുന്നത് അത് വീണ്ടും വീണ്ടും വായിക്കാൻ നമുക്ക് തോന്നുക എന്നതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ വായിച്ചൊരു ബുക്കാണ് ഒരു ദേശത്തിൻ്റെ കഥ. SK പൊറ്റക്കാടിൻ്റെ ജ്ഞാനപീഠം അവാർഡ് നേടിയ, ഏകദേശം അതിന് തത്തുല്യമായിട്ട് എനിക്ക് വായിക്കാൻ തോന്നിയ ഒരു ബുക്ക് കൂടിയാണ് ഇന്ദ്രൻസിൻ്റെ ഇന്ദ്രധനുസ് എന്ന പുസ്തകം. മനുഷ്യൻ്റെ എത്ര വലിയ കഷ്ടപ്പാടുകളിൽ നിന്ന് നമുക്ക് എത്ര ഉന്നതിയിലും എത്തിച്ചേരാമെന്ന് ഈ ബുക്ക് കാണിച്ചു തരുന്നു.